ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രോഹിത് ശർമ്മനെ കുറിച്ചിട്ട് നമ്മൾ ഷാഹിദ് അഫ്രീദി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഷാഹിദ് അഫ്രീദിന് 351 ഓടിയിൽ 351 സിക്സർ നേടിയിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ രോഹിത് ശർമ്മ അത് മറികടന്നത്. അപ്പോൾ നമ്മൾ സ്വന്തം ഇന്ത്യൻ താരം തന്നെ അത് മറികടന്നതിന് നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയറാണ് കേട്ടോ നമ്മൾ രോഹിത് ശർമ്മ. അപ്പോൾ രോഹിത് ശർമ്മനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റെക്കോർഡ് തകർത്തതിൽ രോഹിത് ശർമ്മ തകർത്തതിൽ വളരെയധികം സന്തോഷവാനാണെന്നാണ് ഷാഹിദ് അഫ്രീദി പറഞ്ഞത്. കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരും ഐ പി എല്ലിൽ തുടക്കകാലം മുതൽ അവർ ഒരുമിച്ച് കളിച്ചത് ഡക്കാൻ ചാർജേഴ്സിൽ കളിച്ചിരുന്നതാണ്. പിന്നീടാണ് പാകിസ്ഥാനായിട്ടുള്ള വിഷയം വരികയും പാകിസ്ഥാൻ പ്ലേയേഴ്സിനൊന്നും പിന്നെ ഇന്ത്യൻ ഐ പി എല്ലിലേക്ക് എടുക്കാതിരുന്നതൊക്കെ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നാലും ഒരു ശത്രു രാജ്യത്തായാൽ പോലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന ലെവലിൽ ആൾ ഷാഹിദ് അഫ്രീദി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. രോഹിത് ശർമ്മനെ കുറിച്ചിട്ട് വളരെയധികം സന്തോഷമാണ്. രോഹിത് ശർമ്മ തന്നെ ഇത് റെക്കോർഡ് മറികടന്നതിൽ വളരെയധികം സന്തോഷവാനാണെന്ന് പറയുന്നത്. മാത്രമല്ല, ആളെ കളി കാണാനും അതുപോലെ തന്നെ അയാളുടെ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, രോഹിത് ശർമ്മയുടെ ഫുൾ ഷോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ക്രിക്കറ്റിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം, ഇപ്പോഴും ക്രിക്കറ്റ് കാണുന്നവർക്കും അറിയാം രോഹിത് ശർമ്മ എന്താണ് നേതാക്കൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.